അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5 വഖത്ത് നിസ്കാരം എല്ലാ ബുദ്ധിയും ശുദ്ധിയുമുള്ള മുസ്ലിമിനും നിർബന്ധമാണ്. ഫർളായ നിസ്കാരം ഉപേക്ഷിക്കുന്നവരെ അള്ളാഹു 15 കഠിനമായ ശിക്ഷകൾ കൊണ്ട് ശിക്ഷിക്കപ്പെടും. അതിൽ 6 എണ്ണം ഇഹലോകത്ത് വെച്ച്, 3 മരണസമയത്ത്, 3 ഖബറിൽ, 3 ഖിയാമത്ത് നാളിൽ. ഈ ഇഹലോകത്തുള്ള 6 ശിക്ഷകളെ ആണ് ആദ്യം പറയുന്നത്. ഒന്നാമത്തത്, അള്ളാഹു അവൻ്റെ ആയുസ്സിൻ്റെ ബറക്കത്തിനെ എടുത്തുകളയും. രണ്ടാമത്തേത്, അള്ളാഹു അവൻ്റെ ദുആ സ്വീകരിക്കുകയില്ല. 3, അള്ളാഹു അവൻ്റെ മുഖത്തിൽ നിന്നും സജ്ജനങ്ങളുടെ ലക്ഷണത്തെ എടുത്തുകളയും. 4, ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും അവനെ ശപിക്കും. 5, അവൻ്റെ നല്ല പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രതിഫലവും അള്ളാഹു കൊടുക്കുന്നതല്ല. 6, സജ്ജനങ്ങളുടെ ദുആയിൽ അവന് സ്ഥാനമില്ല, അവൻ ഉൾപ്പെടില്ല. ഇനി മരണസമയത്തുള്ള 3 ശിക്ഷകളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തത്, അതിനിന്ദ്യനായി അവൻ മരണപ്പെടും. 2, അവൻ വിശന്നു മരിക്കും. 3, അതികഠിനമായ ദാഹത്താൽ അവൻ മരിക്കും. കടലിലെ വെള്ളം മുഴുവൻ കുടിച്ചാലും ദാഹം തീരാത്ത അത്രയും അതികഠിനമായ ദാഹം. ഇനി ഖബറിലുള്ള 3 ശിക്ഷകളാണ്. 1, അവൻ്റെ മയ്യിത്ത് ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ ദേഷ്യത്തോടെ അവനെ ഖബർ ഇടുക്കിക്കളയും. 2, ഖബറിടം മുഴുവൻ നരകത്തിലെ തീ കൊണ്ട് നിറയ്ക്കപ്പെടും. 3, ഷുജാഉൽ അഖ്റാ എന്ന പ്രത്യേകതരം പാമ്പ് അവനെ സദാസമയവും കൊത്തിക്കൊണ്ടിരിക്കും. ഇനി അന്ത്യനാളിലെ 3 ശിക്ഷകളാണ് പറയുന്നത്. 1, അതികഠിനമായ ചോദ്യം ചെയ്യലിന് അവനെ വിധേയനാക്കും. 2, അതികഠിനമായ ദേഷ്യത്തോടെ അള്ളാഹു അവനെ ഒരു നോട്ടം നോക്കും. തത്സമയം അവൻ്റെ മുഖത്തുള്ള മാംസം മുഴുവനും അടർന്നു വീഴും. 3, അതികഠിനമായ ശബ്ദത്തിൽ മലക്കുകളോട് അള്ളാഹു ആജ്ഞാപിക്കും, അവനെ തൂക്കിയെടുത്തു നരകത്തിലേക്കെറിയൂ. ഇതുകൂടാതെ തോന്നിയതുപോലെ നമസ്കരിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ ഇപ്രകാരമായിരിക്കും. 1, സുബഹി നമസ്കരിക്കാത്തവൻ്റെ മുഖത്തിൻ്റെ പ്രകാശം അള്ളാഹു എടുത്തുകളയും. ളുഹർ നിസ്കരിക്കാത്തവൻ്റെ സമ്പത്തിലുള്ള ബറക്കത്ത് അള്ളാഹു എടുത്തുകളയും. അസർ നിസ്കരിക്കാത്തവൻ്റെ ശരീരത്തിൻ്റെ ആഫിയത്ത് അള്ളാഹു എടുത്തുകളയും. മഗ്രിബ് നമസ്കരിക്കാത്തവൻ്റെ മക്കൾ അവന് ഗുണം ചെയ്യില്ല. ഇശാ നമസ്കരിക്കാത്തവൻ്റെ ഉറക്കത്തിലുള്ള സമാധാനത്തെ അള്ളാഹു എടുത്തുകളയും. ഇത് വായിക്കുക, വായിച്ച് വളരെ ഗൗരവത്തോടെ ചിന്തിക്കുക. ഇത്തരം കാര്യങ്ങൾ കൊണ്ട് പരസ്പരം ഓർമ്മപ്പെടുത്തുക. ഓർമ്മപ്പെടുത്തൽ സത്യവിശ്വാസികൾക്ക് ഗുണം ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ. അറിയാനും പഠിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.